അന്നും ഇന്നും താൻ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അംഗമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ്. ഹൈക്കോടതിയിൽ ജഡ്ജിമാരുടെയും ബാറിലെ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വിരമിക്കൽ പ്രസംഗത്തിലാണ് ദാസ് തന്റെ RSS ബന്ധം വെളിപ്പെടുത്തിയത്. കുട്ടിക്കാലം തൊട്ടേ RSSകാരനാണെന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം സംഘത്തെ പ്രസംഗത്തിൽ വാ തോരാതെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക പദവിയിൽ നിന്ന് ഇറങ്ങുന്നതോടെ വീണ്ടും സംഘത്തോടൊപ്പം ചേരാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് ദാസ് പറഞ്ഞു. ഇന്നെനിക്ക് എൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് ജഡ്ജി RSS ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഒരു സംഘടനയോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ യൗവനം പ്രാപിക്കുന്നതുവരെ താൻ ആ സംഘടനയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ധീരനും നേരുള്ളവനുമായിരിക്കാനും മറ്റുള്ളവരോട് തുല്യമായി പെരുമാറാനുമെല്ലാം പഠിച്ചത്. എല്ലാറ്റിലുമുപരി എവിടെ പണിയെടുത്താലും ജോലിയോടുള്ള പ്രതിബദ്ധതയും രാജ്യസ്നേഹവും കൊണ്ടു നടക്കാനും പഠിച്ചു. അന്നും ഇന്നും താനൊരു RSSകാരനെന്ന് ഇപ്പോൾ സമ്മതിക്കുകയാണെന്നും ജസ്റ്റിസ് ദാസ് വെളിപ്പെടുത്തി. സ്വഭാവ രൂപീകരണത്തിലും വളർച്ചയിലുമെല്ലാം പങ്കുവഹിച്ച സംഘത്തോട് കടപ്പെട്ടിരിക്കുമെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ജഡ്ജി. ഞാൻ സംഘടനയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ സംഘടനയിലുണ്ട്. 37 വർഷത്തോളമായി സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നുവെന്നും ജസ്റ്റിസ് ദാസ് പറഞ്ഞു. എന്തെങ്കിലും സഹായത്തിനോ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ജോലിക്കോ വേണ്ടി അവർ വിളിച്ചാൽ സംഘടനയിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി. കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായ സർവീസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. പിന്നാലെ ബംഗാളിൽ തന്നെ ലോക്സഭാ ടിക്കറ്റും ലഭിച്ചു. മെദിനിപൂർ ജില്ലയിലെ താലൂക്കിൽ BJP സ്ഥാനാർത്ഥിയാണ് അഭിജിത്ത്. ഇതിന് പിന്നാലെയാണിപ്പോൾ മറ്റൊരു കൽക്കട്ട കോടതി ജഡ്ജി സംഘ് പരിവാർ ബന്ധം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒഡീഷ സ്വദേശിയായ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് 1986 അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത്. 1999 ഒഡീഷ സുപ്പീരിയർ ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു. പിന്നീട് ഒഡീഷയിലും ബംഗാളിലും വിവിധയിടങ്ങളിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജിയും ജില്ലാ ജഡ്ജിയായും ഒഡീഷ ഹൈക്കോടതി രജിസ്ട്രാറുമായെല്ലാം പ്രവർത്തിച്ചു. 2009 ഒഡീഷ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജായി. 2022 കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായി സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നത്. നിയമജീവിതത്തിനിടയിൽ ഒരുപാട് വിവാദങ്ങളും ജസ്റ്റിസ് ദാസിന്റെ പേരിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ലൈംഗിക താല്പര്യങ്ങൾ നിയന്ത്രിക്കാനെന്ന പേരിൽ പെരുമാറ്റച്ചട്ടങ്ങൾ ഇറക്കിയത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. വിധിയെ രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു.